പരിശുദ്ധതയുടെ പറുദീസയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നൂറ്റാണ്ടുകളോളം കല്ലറയ്ക്കുള്ളിൽ മറഞ്ഞുകിടന്ന ഒടുവിൽ ദൈവികമായ ഒരു നിയോഗം പോലെ ലോകത്തിനു മുൻപിൽ വെളിപ്പെടുത്തപ്പെട്ട പ്രകാശമാണ് ഇന്ന് നമ്മൾ അറിയാൻ പോകുന്ന വിശുദ്ധ ഫിലോമിന. കന്യകത്വവും വിശ്വാസവും സംരക്ഷിക്കാനായി തൻ്റെ കുഞ്ഞു പ്രായത്തിൽ തന്നെ ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങി രക്തസാക്ഷിത്വം വരിച്ചവൾ, മരണശേഷവും തൻ്റെ ഭക്തർക്കായി കോരിച്ചൊരിയുന്ന അത്ഭുതങ്ങൾ കൊണ്ട് സഭയെ അതിശയിപ്പിച്ച ഈ കൊച്ചു കന്യകയുടെ വിസ്മയകരമായ ജീവിതത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. AD 1802 മെയ് 24 ലോകം ആ മഹാ അത്ഭുതത്തെക്കുറിച്ച് അറിയുന്നത്. റോമിലെ വിശുദ്ധ പ്രിസില്ലയുടെ കാറ്റക്കുമ്പുകളിൽ ഖനനം നടത്തുകയായിരുന്ന തൊഴിലാളികൾ ഒരു പ്രത്യേക കല്ലറ കണ്ടെത്തുകയുണ്ടായി. 3 ചുട്ട കളിമൺ കട്ടകൾ കൊണ്ടടച്ച നിലയിലായിരുന്നു ആ കല്ലറ. ആ കട്ടകളിൽ ചുവന്ന ചായത്തിൽ പാഷ് തെക്കും ഫിലുമേന എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അർത്ഥം ഫിലോമിന, നിനക്ക് സമാധാനം എന്നായിരുന്നു. നൂറ്റാണ്ടുകളോളം വിസ്മൃതിയിലാണ്ടുപോയ ഒരു വലിയ വിശുദ്ധിയുടെ ചരിത്രം അവിടെ വീണ്ടും ഉണരുകയായിരുന്നു. ആ കല്ലറ തുറന്നപ്പോൾ അവിടെ കണ്ടത് 13-14 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു പെൺകുട്ടിയുടെ ഭൗതികാവശിഷ്ടങ്ങളായിരുന്നു. അവളോടൊപ്പം ഒരു ചെറിയ ഗ്ലാസ് കുപ്പിയിൽ ഉണങ്ങിയ രക്തത്തിൻ്റെ അവശിഷ്ടങ്ങളും കണ്ടെത്തി. ആദ്യകാല ക്രിസ്ത്യാനികൾ രക്തസാക്ഷികളുടെ കല്ലറകളിൽ അവരുടെ രക്തം ഇപ്രകാരം സൂക്ഷിക്കുന്നത് പതിവായിരുന്നു. കല്ലറയിലെ ആ കട്ടകളിൽ ചില പ്രത്യേക അടയാളങ്ങളും കൊത്തിവെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ലില്ലിപ്പൂവ്, അമ്പുകൾ, ഒരു നങ്കൂരം, ഒരു ചാട്ടവാർ, ഒപ്പം ഒരു ഈന്തപ്പനയോലയും. ഇവയെല്ലാം അവൾ നേരിട്ട പീഡനങ്ങളുടെയും രക്തസാക്ഷിത്വത്തിൻ്റെയും പ്രതീകങ്ങളായിരുന്നു. ഈ കണ്ടെത്തൽ സഭാചരിത്രകന്മാർക്കിടയിൽ വലിയ ചലനമുണ്ടാക്കി. ഫിലോമിന എന്ന പേരിൻ്റെ അർത്ഥം തന്നെ പ്രകാശത്തിൻ്റെ മകൾ എന്നാണ്. അക്ഷരാർത്ഥത്തിൽ സഭയ്ക്ക് ഇരുണ്ട കാലഘട്ടത്തിൽ പ്രകാശം നൽകാനാണ് അവൾ കല്ലറ വിട്ട് പുറത്തു വന്നത്. ആ തിരുശേഷിപ്പുകൾ റോമിലെ കത്തോലിക്ക അധികാരികൾ ഭക്തിപൂർവം സൂക്ഷിച്ചു. അധികം വൈകാതെ തന്നെ ഈ കൊച്ചു വിശുദ്ധയുടെ തിരുശേഷിപ്പുകളുടെ സാന്നിധ്യത്തിൽ വലിയ അത്ഭുതങ്ങളും രോഗശാന്തികളും നടക്കാൻ തുടങ്ങി. സാധാരണക്കാരായ ജനങ്ങൾ അവളിലേക്ക് പ്രാർത്ഥനയോടെ ഒഴുകിയെത്തി. അവളുടെ ജീവിതത്തെക്കുറിച്ച് അക്കാലത്ത് ചരിത്രരേഖകളൊന്നും ലഭ്യമായിരുന്നില്ല. എങ്കിലും അവളുടെ കല്ലറയിൽ നിന്ന് കണ്ടെത്തിയ അടയാളങ്ങൾ അവൾ ക്രിസ്തുവിന് വേണ്ടി ജീവൻ നൽകിയ ഒരു വലിയ രക്തസാക്ഷിയാണെന്ന് ഉറപ്പിച്ചു പറഞ്ഞു. പണ്ഡിതന്മാരും സഭാ അധികാരികളും ഈ അത്ഭുതത്തിന് മുന്നിൽ ദൈവത്തെ സ്തുതിച്ചു. റോമിൽ നിന്ന് തുടങ്ങിയ ഈ ഭക്തി പിന്നീട് ഇറ്റലിയിലെ മുഗനാന്യോ എന്ന ചെറിയ ഗ്രാമത്തിലേക്ക് മാറ്റപ്പെട്ടതോടെയാണ് ആഗോളതലത്തിൽ ഒരു വലിയ പ്രസ്ഥാനമായി മാറിയത്. 1805 ഫാദർ ഫ്രാൻസിസ്കോ ഡി ലൂസിയ എന്ന ഭക്തനായ വൈദികൻ ഫിലോമിനയുടെ തിരുശേഷിപ്പുകൾ ഇറ്റലിയിലെ മുഗനാന്യോയിലുള്ള തൻ്റെ ഇടവക പള്ളിയിലേക്ക് കൊണ്ടുവരാൻ അനുവാദം ചോദിച്ചു. ആ യാത്രയിലുടനീളം വലിയ അത്ഭുതമാണ് നടന്നത്. തിരുശേഷിപ്പുകൾ വഹിച്ചിരുന്ന പെട്ടിക്ക് അത്ഭുതകരമായ ഭാരം കുറയുകയും മാരകമായ രോഗികൾ പെട്ടെന്ന് സൗഖ്യം പ്രാപിക്കുകയും ചെയ്തു. 1805 ഓഗസ്റ്റ് 10 തിരുശേഷിപ്പുകൾ മുഗനാന്യോയിൽ പ്രതിഷ്ഠിച്ചപ്പോൾ ആ ഗ്രാമം മുഴുവൻ
ദൈവാനുഗ്രഹത്താൽ നിറഞ്ഞു. അതിനുശേഷം മുഗനാനിയോ ലോകമെമ്പാടുമുള്ള തീർത്ഥാടകരുടെ പ്രധാന കേന്ദ്രമായി മാറി. അന്ധർക്ക് കാഴ്ച ലഭിക്കുക, അർബുദം ബാധിച്ചവർ സുഖപ്പെടുക, പക്ഷാഘാതം വന്നവർ നടക്കുക തുടങ്ങി മെഡിക്കൽ സയൻസിന് വിശദീകരിക്കാൻ കഴിയാത്ത വലിയ വിസ്മയങ്ങളാണ് അവിടെ നടന്നത്. വിശുദ്ധ ഫിലോമിനായുടെ രൂപത്തിൽ നിന്ന് അത്ഭുതകരമായി തൈലം പുറപ്പെടാറുണ്ടായിരുന്നു. ഈ തൈലം പുരട്ടി പ്രാർത്ഥിച്ച അനേകം രോഗികൾ സുഖം പ്രാപിച്ചു. അത്ഭുതങ്ങളുടെ കന്യക എന്ന പേര് ജനങ്ങൾ അവൾക്ക് നൽകി. ഫിലോമിനായോടുള്ള ഭക്തി കർഷകർ മുതൽ പ്രഭുക്കന്മാർ വരെ ഒരേപോലെ ഏറ്റെടുത്തു. അവരുടെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിച്ചാൽ ഒരിക്കലും നിരാശരാകേണ്ടി വരില്ലെന്ന് വിശ്വാസികൾ സാക്ഷ്യപ്പെടുത്തി. കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് കുട്ടികളെ നൽകി അവൾ അനുഗ്രഹിച്ചു. കടുത്ത ദാരിദ്ര്യത്തിലും കഷ്ടപ്പാടിലും കഴിഞ്ഞിരുന്ന കുടുംബങ്ങൾക്ക് അവൾ വലിയൊരു ആശ്വാസമായി മാറി. മുഗനാനിയോയിലുള്ള ആ കൊച്ചു പള്ളി ലോകത്തിൻ്റെ തന്നെ പ്രത്യാശയുടെ കേന്ദ്രമായി മാറി. സഭയുടെ വലിയ മാർപ്പാപ്പമാർ പോലും ഫിലോമിനായുടെ മാധ്യസ്ഥം തേടിയിരുന്നു. സിക്സസ് 5 മുതൽ പയസ് 9 വരെയുള്ള മാർപ്പാപ്പമാർ അവളോടുള്ള ഭക്തി പ്രോത്സാഹിപ്പിച്ചു. ഒരു തിരുനാൾ ദിവസമോ പ്രത്യേക ചരിത്രരേഖകളോ ഇല്ലാതെ തന്നെ ജനങ്ങളുടെ അനുഭവ സാക്ഷ്യങ്ങൾ കൊണ്ട് മാത്രം സഭയിൽ ഇത്ര വലിയ സ്ഥാനം നേടിയ മറ്റൊരു വിശുദ്ധയില്ല. ദൈവത്തിന് പ്രിയപ്പെട്ടവളാണ് ഈ കൊച്ചു പെൺകുട്ടിയെന്ന് അവളുടെ അത്ഭുതങ്ങൾ തെളിയിച്ചു കൊണ്ടിരുന്നു. ഫിലോമിനായുടെ ജീവിതത്തെക്കുറിച്ച് ചരിത്രപരമായ രേഖകൾ ഇല്ലാതിരുന്നതിനാൽ അവൾ ആരായിരുന്നു എന്നറിയാൻ വിശ്വാസികൾ ആഗ്രഹിച്ചു. ആയിരത്തി 833 മുഗനാനിയോയിലെ ഒരു സന്യാസിയായ മരിയ ലൂസിയയ്ക്ക് വിശുദ്ധ ഫിലോമിന നേരിട്ട് ദർശനം നൽകി. തൻ്റെ ജീവിതകഥ വെളിപ്പെടുത്തി. സഭ ഈ ദർശനങ്ങളെ ആധികാരികമായി പരിശോധിക്കുകയും വിശ്വാസയോഗ്യമാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. ആ ദർശനപ്രകാരം അവൾ ഗ്രീസിലെ ഒരു കൊച്ചു രാജ്യത്തിലെ രാജകുമാരിയായിരുന്നു. അവളുടെ മാതാപിതാക്കൾ ക്രിസ്തു വിശ്വാസികളായിരുന്നു. കുട്ടികളില്ലാതിരുന്ന അവർ ക്രിസ്തുവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായാണ് ഫിലോമിന ജനിച്ചത്. ചെറുപ്പം മുതൽക്കേ അതീവ സുന്ദരിയും ഭക്തയുമായിരുന്ന അവൾ തൻ്റെ 11ാമത്തെ വയസ്സിൽ തന്നെ താൻ ക്രിസ്തുവിൻ്റെ മണവാട്ടിയായി ജീവിക്കുമെന്ന് അവൾ പ്രതിജ്ഞ ചെയ്തു. ലൗകികമായ ആഡംബരങ്ങളോ കൊട്ടാര സുഖങ്ങളോ അവളെ ആകർഷിച്ചില്ല. അവളുടെ ഹൃദയം മുഴുവൻ സ്വർഗീയ മണവാളനായ ക്രിസ്തുവിലായിരുന്നു. അവൾക്ക് 13 വയസ്സുള്ളപ്പോൾ റോമൻ ചക്രവർത്തിയായ ഡയോക്ലീഷ്യൻ ഗ്രീസിന് നേരെ യുദ്ധപ്രഖ്യാപനം നടത്തി. യുദ്ധം ഒഴിവാക്കാനായി ഫിലോമിനായുടെ മാതാപിതാക്കൾ മകളോടൊപ്പം റോമിലെത്തി ചക്രവർത്തിയെ കണ്ടു. കന്യകയായ ഫിലോമിനായുടെ അസാധാരണമായ സൗന്ദര്യം കണ്ട ചക്രവർത്തി അവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു. അവളെ റോമിലെ ചക്രവർത്തിനിയാക്കാമെന്നും ഗ്രീസിനെ സംരക്ഷിക്കാമെന്നും അദ്ദേഹം വാഗ്ദാനം ചെയ്തു. എന്നാൽ താൻ ക്രിസ്തുവിൻ്റെ മണവാട്ടിയാണെന്ന് പറഞ്ഞ് ഫിലോമിന ആ വാഗ്ദാനം ധീരമായി നിരസിച്ചു. ചക്രവർത്തിയുടെ അധികാരത്തിനു മുൻപിൽ ഒരു കൊച്ചു പെൺകുട്ടി വിസമ്മതം പ്രകടിപ്പിച്ചത് അദ്ദേഹത്തെ അത്യധികം ക്രോധിപ്പിച്ചു. അവളെ അനുനയിപ്പിക്കാൻ മാതാപിതാക്കൾ ശ്രമിച്ചെങ്കിലും അവൾ തൻ്റെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നു. ചക്രവർത്തിയാകാനുള്ള ലൗകിക ഭാഗ്യത്തേക്കാൾ ക്രിസ്തുവിനു വേണ്ടി മരിക്കാനാണ് അവൾ ആഗ്രഹിച്ചത്. ഒരു വലിയ രക്തസാക്ഷിത്വത്തിൻ്റെ കനൽ പാതയിലേക്ക് ആ 13കാരി നടന്നു കയറുകയായിരുന്നു അവിടെ. ഫിലോമിനായുടെ വിസമ്മതം കേട്ട ഡയോക്ലീഷ്യൻ ചക്രവർത്തി അവളെ റോമിലെ ഇരുണ്ട തടവറയിലടയ്ക്കാൻ ഉത്തരവിട്ടു. കനത്ത ചങ്ങലകളാൽ അവളെ ബന്ധിച്ചു. ദിവസങ്ങളോളം അവൾക്ക് ആഹാരമോ വെള്ളമോ നൽകിയില്ല. ചക്രവർത്തി ദിവസവും ജയിലിലെത്തി അവളെ സ്വാധീനിക്കാൻ ശ്രമിച്ചെങ്കിലും അവൾ ഒരു ഇഞ്ച് പോലും പിന്നോട്ടു പോയില്ല. തടവറയിലെ ആ ഇരുണ്ട നാളുകളിൽ പ്രാർത്ഥന മാത്രമായിരുന്നു അവളുടെ ശക്തി. 37 ദിവസത്തെ തടവിനു ശേഷം
ചക്രവർത്തി അവളെ പരസ്യമായി ചാട്ടവാറടിക്കുവാൻ ഉത്തരവിട്ടു. റോമൻ സൈനികർ അവളെ തൂണിൽ കെട്ടിയിട്ട് ക്രൂരമായി മർദ്ദിച്ചു. അവളുടെ ശരീരം മുഴുവൻ മുറിവേറ്റ് രക്തം വാർന്നൊഴുകി. അവൾ മരിച്ചുവെന്ന് കരുതിയ സൈനികർ അവളെ വീണ്ടും ജയിലിലേക്ക് വലിച്ചെറിഞ്ഞു. എന്നാൽ തടവറയിൽ വെച്ച് അത്ഭുതകരമായി പരിശുദ്ധ അമ്മയും മാലാഖമാരും പ്രത്യക്ഷപ്പെടുകയും അവളുടെ മുറിവുകളെല്ലാം ഉണക്കി അവളെ പൂർണ്ണ ആരോഗ്യവതിയാക്കുകയും ചെയ്തു. പിറ്റേ ദിവസം ചക്രവർത്തി അവളെ ജീവനോടെയും കൂടുതൽ സുന്ദരിയായും കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു. ഇത് ആഭിചാരക്രിയയാണെന്ന് അദ്ദേഹം ആരോപിച്ചു. വീണ്ടും അവളെ അനുനയിപ്പിക്കുവാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടപ്പോൾ അവളുടെ കഴുത്തിൽ ഒരു വലിയ ഇരുമ്പ് നങ്കൂരം കെട്ടി ഡൈവർ നദിയിലേക്ക് എറിയാൻ അദ്ദേഹം ഉത്തരവിട്ടു. ആയിരക്കണക്കിന് ജനങ്ങൾ നോക്കി നിൽക്കെ സൈനികർ അവളെ നദിയിലേക്ക് തള്ളിവിട്ടു. എന്നാൽ നദിയിൽ വെച്ച് വീണ്ടും ദൈവത്തിൻ്റെ അത്ഭുതം നടന്നു. 2 മാലാഖമാർ പ്രത്യക്ഷപ്പെട്ട് ആ നങ്കൂരത്തിൻ്റെ കയർ അറുത്തുമാറ്റുകയും ഫിലോമിനയെ സുരക്ഷിതമായി നദീതീരത്ത് എത്തിക്കുകയും ചെയ്തു. നങ്കൂരം നദിയുടെ അടിത്തട്ടിലേക്ക് താഴ്ന്നുപോയി. ഈ വലിയ അത്ഭുതം കണ്ട ജനക്കൂട്ടം അത്ഭുതപ്പെടുകയും അനേകം പേർ ക്രിസ്തുവിശ്വാസം സ്വീകരിക്കുകയും ചെയ്തു. ദൈവത്തിൻ്റെ കരം ആ കുഞ്ഞിനെ സംരക്ഷിക്കുന്നുണ്ടായിരുന്നു. ചക്രവർത്തി തോൽക്കാൻ തയ്യാറായിരുന്നില്ല. അവളെ റോമൻ വീഥികളിലൂടെ വലിച്ചു കൊണ്ടുപോകാനും സൈനികരോട് അവളെ അമ്പെയ്ത് കൊല്ലാനും അദ്ദേഹം ഉത്തരവിട്ടു. സൈനികർ അവൾക്ക് നേരെ കനത്ത അമ്പുവർഷം നടത്തി. അമ്പുകൾ അവളുടെ ശരീരത്തിൽ തറച്ചെങ്കിലും അവൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. വീണ്ടും ജയിലിൽ അടയ്ക്കപ്പെട്ട അവളെ മാലാഖമാർ സൗഖ്യമാക്കി. ഇതറിഞ്ഞ് ചക്രവർത്തി ചുട്ടുപഴുപ്പിച്ച അമ്പുകൾ കൊണ്ട് അവളെ എയ്യാൻ കൽപ്പിച്ചു. എന്നാൽ വില്ലുകളിൽ നിന്ന് തൊടുത്ത ആ ചുട്ടുപഴുത്ത അമ്പുകൾ വായുവിൽ വെച്ച് അത്ഭുതകരമായി ദിശ മാറി അവ എയ്ത സൈനികരുടെ നേരെ തന്നെ തിരിച്ചു പറന്നു. 6 സൈനികർ ആ അമ്പുകളേറ്റ് അവിടെ തന്നെ മരിച്ചു വീണു. ഇത് കണ്ട ജനങ്ങൾ വിളിച്ചു പറഞ്ഞു, ഫിലോമിനായുടെ ദൈവം തന്നെയാണ് സത്യമുള്ള ദൈവം. ചക്രവർത്തി ഭയവിഹ്വലനായി. തൻ്റെ ആയുധങ്ങളെല്ലാം ഒരു കൊച്ചു പെൺകുട്ടിയുടെ വിശ്വാസത്തിന് മുൻപിൽ പരാജയപ്പെടുന്നത് അദ്ദേഹം കണ്ടു. ഒടുവിൽ കൂടുതൽ അത്ഭുതങ്ങൾ നടന്ന് ജനങ്ങൾ ചക്രവർത്തിക്കെതിരെ തിരിയാതിരിക്കാൻ അവളുടെ ശിരസ് ഛേദിക്കാൻ അദ്ദേഹം ഉത്തരവിട്ടു. AD 32 ഓഗസ്റ്റ് 10 വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 3 മണിക്ക് ഫിലോമിനായുടെ ശിരസ് അറക്കപ്പെട്ടു. ആ 13കാരി തൻ്റെ നിർമ്മലതയും വിശ്വാസവും കാത്തു സൂക്ഷിച്ചുകൊണ്ട് സ്വർഗീയ മണവാളൻ്റെ സന്നിധിയിലേക്ക് യാത്രയായി. ക്രിസ്തുവിനോടുള്ള അവളുടെ പ്രണയം മരണത്തെപ്പോലും തോൽപ്പിച്ചു. അവളുടെ മൃതദേഹം വിശ്വസ്തരായ ക്രിസ്ത്യാനികൾ രാത്രിയിൽ രഹസ്യമായി പ്രിസില്ലയുടെ കാറ്റുകൊമ്പുകളിൽ അടക്കം ചെയ്തു. അവളുടെ രക്തവും ആ കല്ലറയിൽ സൂക്ഷിച്ചു. 15 നൂറ്റാണ്ടുകളോളം ആ രക്തസാക്ഷിയുടെ കഥ മൺമറഞ്ഞു കിടന്നു. എന്നാൽ ദൈവം നിശ്ചയിച്ച സമയത്ത് അവൾ വീണ്ടും വെളിപ്പെട്ടു. അവളുടെ കല്ലറയിലെ അമ്പുകളും നങ്കൂരവും ചാട്ടവാറും അവൾ സഹിച്ച ഈ ക്രൂരമായ പീഡനങ്ങളുടെ മൂകസാക്ഷികളായിരുന്നു. വിശുദ്ധ ഫിലോമിനയുടെ ചരിത്രത്തിന് ഏറ്റവും വലിയ തെളിവ് നൽകിയത് സഭയിലെ മറ്റു വലിയ വിശുദ്ധന്മാരാണ്. ആർസിലെ വികാരിയായ വിശുദ്ധ ജോൺ മരിയ വിയാനിക്ക് ഫിലോമിനായോട് അഗാധമായ ഭക്തിയുണ്ടായിരുന്നു. തൻ്റെ പള്ളിയിൽ അദ്ദേഹം ഫിലോമിനായുടെ ഒരു ചെറിയ അൾത്താര പണിതു. അദ്ദേഹത്തിൻ്റെ പള്ളിയിൽ നടന്ന വലിയ അത്ഭുതങ്ങളെല്ലാം ഫിലോമിന ചെയ്തതാണെന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. ഞാനല്ല അത്ഭുതം ചെയ്യുന്നത്, കൊച്ചു വിശുദ്ധ ഫിലോമിനയാണ് എന്ന് അദ്ദേഹം എപ്പോഴും ഓർമ്മിപ്പിച്ചു. അതുപോലെ തന്നെ സഭയിലെ മറ്റൊരു വലിയ വിശുദ്ധനായ പീറ്റർ ജൂലിയർ എയ്മാഡും അവളോട് വലിയ ഭക്തി പുലർത്തിയിരുന്നു. കത്തോലിക്ക സഭയിലെ പ്രശസ്തനായ വിശുദ്ധ പാദ്രോ പിയോ ഫിലോമിനായെ കാറ്റുകൊമ്പുകളിലെ രാജകുമാരി എന്നാണ് വിളിച്ചിരുന്നത്.
ആധുനിക കാലത്തെ വിശുദ്ധരും ജ്ഞാനികളും ഈ കൊച്ചു കന്യകയുടെ മധ്യസ്ഥതയുടെ ശക്തി അനുഭവിച്ചറിഞ്ഞവരാണ്. വിശുദ്ധർ തന്നെ മറ്റൊരു വിശുദ്ധയ്ക്ക് സാക്ഷ്യം നൽകുന്ന അത്ഭുത കാഴ്ചയാണ് ഇവിടെ കണ്ടത്. വേദനകളിൽ കഴിയുന്നവർക്ക് വലിയൊരു ആശ്വാസമായിരുന്നു ഫിലോമിന. വിശുദ്ധ ലൂയി ഡി മോൺഫോർട്ട് സ്ഥാപിച്ച സഭകളിലും ഫിലോമിനയോടുള്ള ഭക്തി ശക്തമായിരുന്നു. കുട്ടികളുടെയും യുവാക്കളുടെയും കാവൽക്കാരിയായി അവൾ വണങ്ങപ്പെട്ടു. സഭയിലെ വലിയ പണ്ഡിതന്മാർ പോലും ഈ കൊച്ചു പെൺകുട്ടിയുടെ വിശ്വാസദാർഢ്യത്തിനു മുൻപിൽ വിസ്മയിച്ചു നിന്നു. അവളുടെ ഭക്തി യൂറോപ്പിൽ നിന്ന് അമേരിക്കയിലേക്കും ഏഷ്യയിലേക്കും അതിവേഗം പടർന്നു. ഒരു ചരിത്രരേഖയുമില്ലാതെ കേവലം പ്രാർത്ഥനയുടെ അനുഭവങ്ങൾ കൊണ്ട് സഭയിലെ വലിയ വിശുദ്ധർ അവളെ തങ്ങളുടെ കൂട്ടുകാരിയായി സ്വീകരിച്ചു. വിശുദ്ധ ജോൺ മരിയ വിയാനി തൻ്റെ മരണക്കിടക്കയിൽ പോലും ഫിലോമിനയുടെ ചിത്രം നെഞ്ചോട് ചേർത്ത് പിടിച്ചിരുന്നു. ഈ വിശുദ്ധന്മാരുടെ സാക്ഷ്യങ്ങളാണ് ഫിലോമിനയുടെ ചരിത്രത്തിന് സഭ നൽകിയ ഏറ്റവും വലിയ അംഗീകാരം. വിശുദ്ധ ഫിലോമിനയുടെ നാമകരണ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് പോളിൻ ജാരിഗോയുടെ അത്ഭുത രോഗശാന്തി. ഫ്രാൻസിലെ പ്രശസ്തനായ ഒരു മിഷണറി പ്രവർത്തകനായിരുന്നു അവർ. മാരകമായ ഹൃദ്രോഗം ബാധിച്ച മരണാസന്നയായ അവസ്ഥയിലായിരുന്നു അവർ. ഡോക്ടർമാർ കൈവിട്ട സാഹചര്യത്തിൽ അവർ മുഗനാനിയോയിലെ ഫിലോമിനയുടെ കബറിടത്തിലേക്ക് തീർത്ഥാടനം നടത്താൻ തീരുമാനിച്ചു. വളരെ കഷ്ടപ്പെട്ടാണ് അവർ ഇറ്റലിയിലെത്തിയത്. വഴിമധ്യേ റോമിൽ വെച്ച് ഗ്രിഗറി 16 മാർപ്പാപ്പ അവരെ സന്ദർശിച്ചു. അവർ മരിക്കാൻ പോവുകയാണെന്ന് മാർപ്പാപ്പയ്ക്കും ഉറപ്പായിരുന്നു. സ്വർഗത്തിലെത്തിയാൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് മാർപ്പാപ്പ അവരോട് പറഞ്ഞത്. എന്നാൽ താൻ ഫിലോമിനയുടെ അടുത്ത് ചെന്നാൽ സുഖം പ്രാപിക്കുമെന്ന് അവർ വിശ്വസിച്ചു. മുഗനാനിയോയിലെത്തി ഫിലോമിനയുടെ തിരുശേഷിപ്പിനു മുൻപിൽ പ്രാർത്ഥിച്ച നിമിഷം അവർ പൂർണ്ണ സൗഖ്യം പ്രാപിച്ചു. അത്ഭുതകരമായി സുഖം പ്രാപിച്ച പോളിൻ ജാരിഗോ വീണ്ടും റോമിലെത്തി മാർപ്പാപ്പയെ കണ്ടു. ഇത് കണ്ട് മാർപ്പാപ്പ അതിശയിച്ചു പോയി. ഈ വലിയ അത്ഭുതത്തിൻ്റെ വെളിച്ചത്തിലാണ് 1837 ജനുവരി 30 ഗ്രിഗറി 16 മാർപ്പാപ്പ വിശുദ്ധ ഫിലോമിനയെ ഔദ്യോഗികമായി വണങ്ങാൻ കത്തോലിക്ക സഭയ്ക്ക് അനുവാദം നൽകിയത്. ഓഗസ്റ്റ് 11 അവൾക്കായി പ്രത്യേകം തിരുനാൾ ദിനമായി നിശ്ചയിക്കപ്പെട്ടു. ഈ സംഭവം ഫിലോമിനയോടുള്ള ഭക്തിക്ക് സഭ നൽകിയ ഏറ്റവും വലിയ ഔദ്യോഗിക മുദ്രയായിരുന്നു. ഒരു അത്ഭുതം വഴി സഭയുടെ തലവൻ തന്നെ ഈ വിശുദ്ധയുടെ മഹത്വം തിരിച്ചറിഞ്ഞു. പോളിൻ ജാരിഗോ തൻ്റെ ജീവിതകാലം മുഴുവൻ ഫിലോമിനയുടെ അത്ഭുതങ്ങളെക്കുറിച്ച് ലോകത്തോട് വിളിച്ചു പറഞ്ഞു. വിശ്വസിക്കുന്നവർക്ക് ദൈവം നൽകുന്ന വലിയ സമ്മാനമാണ് വിശുദ്ധർ എന്ന് ഈ സംഭവം തെളിയിച്ചു. വിശുദ്ധ ഫിലോമിനയുടെ രൂപങ്ങളിൽ കാണുന്ന ചിഹ്നങ്ങൾക്ക് വലിയ ആത്മീയ അർത്ഥങ്ങളുണ്ട്. അവളുടെ കയ്യിലുള്ള ലില്ലിപ്പൂവ് കന്യകാത്വത്തിൻ്റെയും നിർമ്മലതയുടെയും പ്രതീകമാണ്. ലോകത്തിൻ്റെ സർവ്വസുഖങ്ങളും അധികാരവും വാഗ്ദാനം ചെയ്തിട്ടും തൻ്റെ ആത്മീയ വിശുദ്ധി കാത്തുസൂക്ഷിക്കാൻ അവൾ കാണിച്ച മനസ്സ് ഇന്നത്തെ യുവതലമുറയ്ക്ക് വലിയൊരു മാതൃകയാണ്. ഹൃദയശുദ്ധിയുള്ളവർ ദൈവത്തെ കാണുമെന്ന വചനം അവൾ ജീവിതത്തിൽ പകർത്തി. അവളുടെ രൂപത്തോടൊപ്പം കാണുന്ന വലിയ ഇരുമ്പ് നങ്കൂരം പ്രതിസന്ധികളിൽ അവൾ കാണിച്ച അചഞ്ചലമായ വിശ്വാസത്തിൻ്റെ അടയാളമാണ്. കടലിലെ ഓളങ്ങളിൽ കപ്പലിനെ ഉറപ്പിച്ചു നിർത്തുന്നത് നങ്കൂരമാണ്. അതുപോലെ ജീവിതത്തിലെ കടുത്ത പീഡനങ്ങൾക്കിടയിലും അവൾ തൻ്റെ വിശ്വാസത്തെ ദൈവത്തിൽ ഉറപ്പിച്ചു നിർത്തി. കൂടാതെ ഡൈവർ നദിയിൽ അവളെ മുക്കിക്കൊല്ലാൻ ചക്രവർത്തി ഉപയോഗിച്ച ആയുധം കൂടിയായിരുന്നു അത്. അവളുടെ കയ്യിലുള്ള അമ്പുകൾ അവൾ നേരിട്ട പീഡനങ്ങളുടെ ഓർമ്മപ്പെടുത്തലാണ്. ശത്രുക്കൾ തൊടുത്ത തീ അമ്പുകളെ പ്രാർത്ഥന കൊണ്ട് തോൽപ്പിച്ചവളാണ് അവൾ. തിന്മയുടെ ആയുധങ്ങൾക്ക് നന്മയുടെ പ്രകാശത്തെ കെടുത്താൻ കഴിയില്ലെന്ന് ആ അമ്പുകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അവൾ ധരിച്ചിരിക്കുന്ന രാജകുമാരിയുടെ വസ്ത്രം അവൾ രാജകീയമായ കുടുംബമായിരുന്നുവെന്നും എന്നാൽ അതിനേക്കാൾ സ്വർഗീയ രാജാവിൻ്റെ മകളാകാനാണ് ആഗ്രഹിച്ചതെന്നും വ്യക്തമാക്കുന്നു.
ഈ ചിഹ്നങ്ങളെല്ലാം ഓരോ വിശ്വാസിക്കും വലിയൊരു ധൈര്യമാണ് നൽകുന്നത്. നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളുടെ അമ്പുകൾ തറയ്ക്കുമ്പോൾ ഫിലോമിനായെപ്പോലെ നങ്കൂരം ദൈവത്തിൽ ഉറപ്പിക്കുവാൻ നമുക്ക് കഴിയണം. അവളുടെ രൂപം കാണുമ്പോൾ കേവലം ഒരു കൊച്ചു പെൺകുട്ടിയെയല്ല നാം കാണുന്നത്, മറിച്ച് തിന്മയുടെ കോട്ടകളെ തകർത്ത ഒരു വലിയ ആത്മീയ നായികയെയാണ് വിശുദ്ധ ഫിലോമിന ലോകമെമ്പാടും കുട്ടികളുടെയും യുവാക്കളുടെയും പ്രത്യേക മധ്യസ്ഥയായിട്ടാണ് അറിയപ്പെടുന്നത്. കൗമാരപ്രായത്തിൽ തന്നെ രക്തസാക്ഷിത്വം വരിച്ചതുകൊണ്ട് യുവാക്കളുടെ മനസ്സും അവരുടെ പ്രലോഭനങ്ങളും അവൾക്കും നന്നായി അറിയാം. ഇന്നത്തെ കാലത്ത് വഴിതെറ്റിപ്പോകുന്ന യുവതലമുറയ്ക്ക് വിശുദ്ധിയുടെ വഴി കാട്ടിക്കൊടുക്കുവാൻ ഫിലോമിനായ്ക്ക് കഴിയുമെന്ന് സഭ പഠിപ്പിക്കുന്നു. അവളോട് പ്രാർത്ഥിക്കുന്ന കുട്ടികൾക്ക് പഠനത്തിൽ മിടുക്കരാകാനും നല്ല സ്വഭാവ ഗുണം വളർത്തിയെടുക്കാനും സാധിക്കുമെന്ന് മാതാപിതാക്കൾ സാക്ഷ്യപ്പെടുത്തുന്നു. കടുത്ത നിരാശയിലും ഏകാന്തതയിലും കഴിയുന്ന യുവാക്കൾക്ക് അവൾ പ്രത്യാശയുടെ പ്രകാശമാണ്. ലോകത്തിൻ്റെ ചതിക്കുഴികളിൽ വീഴാതെ തങ്ങളെ കാത്തുസൂക്ഷിക്കാൻ അവൾ മക്കളെ സഹായിക്കുന്നു. ഗർഭിണികളായ സ്ത്രീകളുടെയും പ്രസവ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുടെയും മധ്യസ്ഥ കൂടിയാണ് ഫിലോമിന. അനേകം അമ്മമാർ തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഫിലോമിന എന്ന് പേരിടുന്നത് വലിയ വിശുദ്ധിയോടുള്ള വലിയ നന്ദി സൂചകമായിട്ടാണ്. കുടുംബങ്ങളിൽ സമാധാനവും ഐക്യവും നിലനിർത്താൻ അവൾ നിരന്തരം മാധ്യസ്ഥം വഹിക്കുന്നു. അവളുടെ ഭക്തി ഇന്നും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സജീവമായി നിലനിൽക്കുന്നു. തിരുശേഷിപ്പുകൾ കണ്ടെത്തിയ കാറ്റക്കുമ്പുകൾ മുതൽ മുഗ്നാനിയോയിലെ ബസലിക്ക വരെ ലക്ഷക്കണക്കിന് കുട്ടികളാണ് ഓരോ വർഷവും തീർത്ഥാടകരായി എത്തുന്നത്. തങ്ങളെപ്പോലെ ജീവിച്ച ഒരു കൊച്ചു പെൺകുട്ടിക്ക് വിശുദ്ധയാകാമെങ്കിൽ തങ്ങൾക്കും അത് സാധിക്കുമെന്നവൾ യുവാക്കളെ ഓർമ്മിപ്പിക്കുന്നു. വിശുദ്ധിയുടെ ജീവിതത്തിൽ നിന്നുള്ള ആത്മീയ പാഠങ്ങളിലേക്കും സന്ദേശങ്ങളിലേക്കും നമുക്കൊന്ന് കടന്നു ചെല്ലാം. 1. നിർമ്മലത കാത്തുസൂക്ഷിക്കുക. ലോകത്തിൻ്റെ പ്രലോഭനങ്ങൾക്കും ആഡംബരങ്ങൾക്കും മുന്നിൽ സ്വന്തം വിശുദ്ധി പണയം വയ്ക്കാതിരിക്കാൻ ഫിലോമിന നമ്മെ പഠിപ്പിക്കുന്നു. 2. പ്രതിസന്ധികളിൽ തളരാതിരിക്കുക. തടവറയും പീഡനങ്ങളും ഉണ്ടായപ്പോഴും ദൈവത്തിലുള്ള വിശ്വാസം അവൾ കൈവിട്ടില്ല. 3. ലൗകിക പദവികളേക്കാൾ ദൈവസ്നേഹം. രാജകുമാരി എന്ന പദവിയേക്കാൾ ക്രിസ്തുവിൻ്റെ ദാസി എന്ന പദവിയെ അവൾ സ്നേഹിച്ചു. 4. പ്രാർത്ഥനയുടെ ശക്തി. ശത്രുക്കളുടെ അമ്പുകളെപ്പോലും തിരിച്ചുവിടാൻ അവളുടെ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ടായിരുന്നു. 5. ക്ഷമയും സഹനവും. ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയപ്പോഴും അവൾ പരാതിപ്പെടാതെ അവ സന്തോഷത്തോടെ സഹിച്ചു. 6. ദൈവിക സമയം. നൂറ്റാണ്ടുകളോളം മറഞ്ഞിരുന്നാലും ദൈവം നിശ്ചയിച്ച സമയത്ത് അവിടുത്തെ വിശുദ്ധർ ലോകത്തിനു മുൻപിൽ പ്രകാശിക്കും. വിശുദ്ധ ഫിലോമിന കാറ്റക്കുമ്പുകളുടെ ഇരുട്ടിൽ നിന്ന് ഉദയം ചെയ്ത് ലോകമെങ്ങും അത്ഭുതങ്ങളുടെ സുഗന്ധം വരുത്തുന്ന പ്രകാശത്തിൻ്റെ മകൾ. കൊട്ടാരത്തിൻ്റെ സുഖസൗകര്യങ്ങളെക്കാൾ തടവറയുടെ കഷ്ടപ്പാടുകളും ക്രിസ്തുവിനോടുള്ള വിശ്വസ്തതയും തിരഞ്ഞെടുത്ത ആ 13കാരിയുടെ ജീവിതം വിശുദ്ധിയുടെ ഏറ്റവും മനോഹരമായ കാവ്യമാണ്. ശത്രുക്കളുടെ ചെങ്കോലിനും അമ്പുകൾക്കും മുന്നിൽ തലകുനിക്കാതെ നിന്ന ഫിലോമിന ആധുനിക ലോകത്തിന് നൽകുന്ന സന്ദേശം വളരെ വലുതാണ്. ഇന്നത്തെ നമ്മുടെ സാമൂഹിക ജീവിത സാഹചര്യങ്ങളിൽ ഫിലോമിനയുടെ പ്രസക്തി ഗൗരവമായി കാണണം. ഉപഭോഗ സംസ്കാരവും സോഷ്യൽ മീഡിയയുടെ പ്രലോഭനങ്ങളും നമ്മുടെ യുവതലമുറയുടെ നിർമ്മലതയെയും മൂല്യങ്ങളെയും നശിപ്പിക്കുന്ന ഈ കാലഘട്ടത്തിൽ വിശുദ്ധിയുടെ ലില്ലിപ്പൂവ് കാത്തുസൂക്ഷിച്ച ഫിലോമിന വലിയൊരു വെല്ലുവിളിയാണ്. പദവികൾക്കും ശരീര സൗന്ദര്യത്തിനും അമിത പ്രാധാന്യം നൽകുന്ന ഇന്നത്തെ ലോകത്തോട് ആത്മാവിൻ്റെ ശുദ്ധിയാണ് ഏറ്റവും വലിയ സൗന്ദര്യമെന്ന് അവൾ തൻ്റെ ജീവിതത്തിലൂടെ വിളിച്ചു പറയുന്നു. നമ്മുടെ ജീവിതത്തിൽ
കഷ്ടപ്പാടുകളുടെയും രോഗങ്ങളുടെയും അമ്പുകൾ തറയ്ക്കുമ്പോൾ തളർന്നു പോകാതെ വിശ്വാസത്തിൻ്റെ നങ്കൂരം ദൈവത്തിൽ ഉറപ്പിച്ചു നിർത്താൻ അവൾ നമ്മെ പഠിപ്പിക്കുന്നു. നമുക്ക് ചുറ്റുമുള്ള കുട്ടികളെയും യുവാക്കളെയും മൂല്യബോധമുള്ളവരായി വളർത്താൻ ഈ കൊച്ചു വിശുദ്ധയുടെ മാതൃക നമുക്ക് പ്രചോദനമാകട്ടെ. അനീതികൾക്ക് മുൻപിൽ പതറാതെ നിൽക്കാനും പ്രതിസന്ധികളിൽ ദൈവത്തിൽ മാത്രം അഭയം തേടാനും ഫിലോമിനായുടെ സ്മരണകൾ നമുക്ക് ആത്മവീര്യം പകരട്ടെ. നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനകളിൽ ഈ അത്ഭുതങ്ങളുടെ കന്യകയുടെ മാധ്യസ്ഥം എന്നും ഒരു കാവൽ വിളക്കായി കൂടെയുണ്ടാകട്ടെ. അന്ധകാരത്തിൻ്റെ നിഴലുകൾ മാറ്റി പ്രത്യാശയുടെ പുലരിയിലേക്ക് നമ്മെ നയിക്കാൻ വിശുദ്ധ ഫിലോമിനായുടെ മാധ്യസ്ഥം എന്നും തുണയായിരിക്കട്ടെ. ഈ വിശുദ്ധയുടെ ജീവിതം പകർന്നു തന്ന ആത്മീയ ഊർജം നമ്മുടെ അനുദിന ജീവിതത്തിൽ പ്രതിഫലിക്കട്ടെ. മറ്റൊരു പുണ്യാത്മാവിൻ്റെ വിശുദ്ധിയും ആത്മീയ പാഠങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.